ഹലോ ഗൈസ്, നമുക്ക് ഓൺ വോയിസ് വീഡിയോ തുടങ്ങാം. ഓക്കെ. ഹലോ ഗൈസ്, അപ്പോൾ ഞാൻ പറഞ്ഞതുപോലെ നമുക്കിനി ചെറുതായിട്ട് ഓൺ വോയിസ് വീഡിയോ ഒക്കെ തുടങ്ങാം കേട്ടോ. മൈക്കില്ലാണ്ട് എങ്ങനെ ഓൺ വോയിസ് ചെയ്യുന്ന എനിക്കൊരു ഡൗട്ട് ഉണ്ടായിരുന്നു, പക്ഷേ കുഴപ്പമില്ല, അത്യാവശ്യമൊക്കെ ചെയ്യാം. പിന്നെ ഇടയ്ക്ക് നിങ്ങൾക്ക് എൻ്റെ ഓൺ വോയിസ് വീഡിയോയും പ്രതീക്ഷിക്കാം കേട്ടോ. ബസ് പോയി ഗൈസ്, സിഗ്നലായി, ക്രോസ് ചെയ്യാം. പറയാൻ മറന്നു, ഇന്ന് ഞാനൊരു ഷോപ്പിങ്ങിനാട്ടോ പോകുന്നത്. നിങ്ങൾ വിചാരിക്കുന്നുണ്ടാവും ഇവളെന്തിനാ എല്ലാ തവണയും ഷോപ്പിങ്ങിന് പോകുന്നതെന്ന്. എനിക്കെപ്പോഴും സാലറി കിട്ടുമ്പോൾ ഒരു ചെറിയ എമൗണ്ട് ഞാൻ എനിക്ക് വേണ്ടി മാത്രം മാറ്റി വയ്ക്കും, എൻ്റെ എസെൻഷ്യൽസൊക്കെ മേടിക്കാനായിട്ടും കുട്ടി കുട്ടി സാധനങ്ങൾ മേടിക്കാനായിട്ടും. അപ്പോൾ ആ ഷോപ്പിങ്ങാണ് ഞാൻ നിങ്ങളെ പലപ്പോഴായിട്ട് കാണിക്കുന്നത് കേട്ടോ. നമ്മുടെ ബസ് വരുന്നുണ്ട്. ഓക്കെ, നമ്മുടെ ബസ് വന്നു, നമുക്ക് ബസ്സിൽ കയറാം. ഞാൻ ആദ്യമായിട്ട് ഓൺ വോയിസ് ചെയ്യുന്നില്ല, എല്ലാ കുഴപ്പവും ഈ വീഡിയോ ഒക്കെ ഉണ്ടാവും, എല്ലാവരും ക്ഷമിക്കണം. ഈ വീഡിയോ ഓൺ വോയിസും വോയിസ് ഓവറും മിക്സ്ഡ് ആയിരിക്കും. ഇനി അങ്ങോട്ട് ഞാൻ ശ്രദ്ധിക്കാം. ഞാൻ ബെർലിനിൽ സ്പാൻഡോ എന്ന് പറഞ്ഞ സ്ഥലത്താണ് താമസിക്കുന്നത്. മോസ്റ്റ്ലി എൻ്റെ ഷോപ്പിംഗ് മൊത്തം ഈ ഒരു ഏരിയയിലായിരിക്കും കേട്ടോ. എല്ലാ സെൻറ്ററിലും ഒരു മോള് വീതം ഉണ്ടാവാറുണ്ട്. അതുപോലെ തന്നെ ഇവിടെയുണ്ട് സ്പാൻഡോ ആർക്കേഡ് എന്ന് പറഞ്ഞിട്ടൊരു മോളുണ്ട്. ഞാൻ അതിലാണ് മോസ്റ്റ്ലി ഷോപ്പിംഗ് ഒക്കെ നടത്താറ്. അത്യാവശ്യം എല്ലാ ബ്രാൻഡ്സും അതിൻ്റെ ഉള്ളിലുണ്ട്. മുകളിൽ പോകേണ്ടത് കൊണ്ട് തന്നെ നമ്മൾ വേറൊരു സ്റ്റോപ്പിലാണ് ഇറങ്ങിയത്. പതിപോലെ സ്പെൻഡോയിലല്ല, തൊട്ടപ്പുറത്തെ സ്റ്റോപ്പിൽ ഇറങ്ങിയിട്ട് നമ്മൾ ബാക്ക് സൈഡ് നടന്നു മോളിൻ്റെ ബാക്ക് സൈഡിൽ കൂടെ ഉള്ളിലേക്ക് കയറാൻ വേണ്ടി പോവുകയാണ്. ഞങ്ങൾ വീട്ടിൽ നിന്ന് ഇറങ്ങിയപ്പോഴേക്കും ഏകദേശം ഒരു 4:30-5 മണിയായിട്ടുണ്ട്. മോളും കാര്യങ്ങളൊക്കെ ഒരു 7 മണിയാകുമ്പോൾ ക്ലോസ് ചെയ്യുവേ. അപ്പോൾ അതിന് മുമ്പ് നമ്മൾ ഓടി പിടിച്ച് പോവുകയാണ്. പോകുന്നതിന് മുമ്പ് നമുക്കൊരു സാധനം കഴിക്കാം. 8 മണിയാകുമ്പോൾ ക്ലോസ് ചെയ്യും. ഇന്ന് ആശി വർക്ക് ചെയ്യുന്ന വന്നപ്പോൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഇന്ന് ആർക്കേഡിൽ ഭയങ്കര തിരക്കായിരുന്നു, ബബിൾ ടീയുടെ അവിടെ ഭയങ്കര തിരക്കുണ്ടായിരുന്നു എന്ന്. അപ്പോഴേ ഞങ്ങൾ വിചാരിച്ചു ഷോപ്പിങ്ങിന് പോകുമ്പോൾ ആദ്യം ബബിൾ ടീ കുടിച്ചിട്ടാകാമെന്ന്. ഷോപ്പ് നേരത്തെ ക്ലോസ് ചെയ്യുന്നതുകൊണ്ട് നമ്മൾ ഫസ്റ്റ് ബബിൾ ടീ തന്നെ ഓർഡർ ചെയ്തു കേട്ടോ. അനു ആണെങ്കിൽ ഇവിടെ വന്നിട്ട് നമ്മളിതുവരെ ബബിൾ ടീ മേടിച്ച് കൊടുത്തിട്ടുമില്ല. ഞങ്ങളും കുറേ നാളായി കുടിച്ചിട്ട്. അപ്പോൾ ഓർത്ത് ഫസ്റ്റ് ഇത് തന്നെ ആയിക്കോട്ടെ. അങ്ങനെ 3 വെറൈറ്റി ഓർഡർ ചെയ്ത് പുതിയ ലോഞ്ചും ഒരെണ്ണം ഓർഡർ ചെയ്തിട്ട് ഞങ്ങൾ വെയിറ്റ് ചെയ്യാമെന്ന് വിചാരിച്ചു. അപ്പോൾ അവരെന്തോരം ഷുഗർ വേണം, എന്തോരം ഐസ് വേണം, എന്തൊക്കെ ടോപ്പിങ്സ് ആഡ് ചെയ്യണം എന്നൊക്കെ ചോദിക്കും. അതൊക്കെ പറഞ്ഞ് ക്ലിയർ ചെയ്ത് വന്നു. 17 euro, not 70. കാണിക്കൂ. അപ്പം നമ്മൾ എപ്പോഴും അല്ലേ എന്ന് പറഞ്ഞ ബ്രാൻഡിൻ്റെ ഒരു ബബിൾ ടീ ആണ് മേടിച്ച് കുടിക്കാറ്. ഇതിൻ്റെ മാംഗോ ലുലു ഭയങ്കര ഫേമസ് ആണ്, ഞങ്ങൾ എപ്പോഴും മേടിക്കാറുണ്ട്. നമ്മൾ പുതിയ ലോഞ്ചായിട്ട് ഒരെണ്ണം പീച്ച് ലാറ്റയും കൂടെ മേടിച്ചിട്ടുണ്ട് കേട്ടോ. എങ്ങനെയുണ്ടെന്ന് ട്രൈ ചെയ്ത് നോക്കാം. അത്യാവശ്യം നല്ല തിരക്ക് അവിടെ ഉണ്ടായിരുന്നു. കുറച്ച് നേരം എടുത്തിട്ടാണ് നമുക്ക് സാധനം കയ്യിൽ കിട്ടിയത്. ഞങ്ങൾ പേടിച്ചു ഷോപ്പ് എങ്ങാനും ക്ലോസ് ചെയ്യുമെന്ന്, കാരണം ഇന്ന് കുറച്ചധികം ഷോപ്പിംഗ് ഞങ്ങൾക്ക് ഉണ്ടായിരുന്നു. ഫൈനലി നമുക്ക് നമ്മുടെ 3 വെറൈറ്റിയും കിട്ടിയിട്ടുണ്ട്. ഞാൻ ഇങ്ങനെ ടേസ്റ്റ് ചെയ്യാനായിട്ട് വെയിറ്റ് ചെയ്തിരിക്കുകയാണ് കേട്ടോ. അപ്പോൾ ഇതാണ് പുതിയ ലോഞ്ച്, സ്നോ സ്ട്രോബെറി. പഴയതാ, സോറി. ഇത് ലൈറ്റ് ലാറ്റെ പീച്ച്, അത് ഇതാണ്. പിന്നെ ഇത് മാംഗോ കോക്കനട്ട് ലുലു. കോക്കനട്ട് ജെല്ലി. നല്ലതാണോ? ഓക്കെ, കുടിക്ക് ഗൈസ്. ഇഷ്ടപ്പെടാ? സൂപ്പർ. അങ്ങനെ നമ്മൾ ബബിൾ ടീ ഒക്കെ മേടിച്ച് ഷോപ്പിങ്ങിന് ഇറങ്ങി. നമുക്ക് ഈ ഒരു ഷോപ്പിലാണ് പോകേണ്ടത്. ഇവിടെ ക്ലിനിക്കുണ്ട്. അപ്പോൾ ഇവിടുന്ന് ഞാൻ മേടിക്കാൻ പോകുന്നത് ഒരു മോയ്സ്ചറൈസറും ഒരു സൺസ്ക്രീമുമാണ്. അപ്പോൾ 5 ചേച്ചി നാട്ടിൽ ചെന്നപ്പോൾ ക്ലിനിക്കിൻ്റെ മോയ്സ്ചറൈസർ കാണിച്ചിട്ടുണ്ടായിരുന്നു. ഞാൻ അത് യൂസ് ചെയ്തു, അടിപൊളിയായിരുന്നു. അപ്പോൾ ഞാൻ അത് മേടിക്കാമെന്ന് കരുതിയാണ് ഈ ചാടിത്തുള്ളി വന്നത്. പക്ഷേ ഇവിടെ വന്നപ്പോഴാണ് എനിക്ക് മനസ്സിലായത് ഇത്രയും റേറ്റ് ഉണ്ടെന്നുള്ളത്. മാത്രമല്ല ചേച്ചിയുടെ കയ്യിലിരുന്ന ഒരു പിങ്ക് കളറായിരുന്നു, അതിവിടെ ഉണ്ടായില്ല. ഇവിടെ ക്ലിനിക്കിൻ്റെ റേറ്റ് ഞാൻ കാണിച്ചു തരാവേ. 41 euro. ഇത്രയും റേറ്റ് കണ്ടപ്പോൾ സത്യത്തിൽ എൻ്റെ കിളി പോയി. ഈ മാസത്തെ ബഡ്ജറ്റിൽ എനിക്കത് ഉൾക്കൊള്ളിക്കാൻ പറ്റില്ല. സോ ഞാൻ വേറെ ഒരു ബ്രാൻഡിലേക്ക് ഒതുങ്ങാമെന്ന് വിചാരിച്ചു. എൻ്റെ അടുത്ത് ബാക്കപ്പ് പ്ലാൻ ഓൾറെഡി ഉണ്ടായിരുന്നു. ഒന്നെങ്കിൽ സെറാവെ അല്ലെങ്കിൽ സെറ്റാഫൽ, അത് മേടിക്കാമെന്നാണ് ഞാൻ വിചാരിച്ചത്.
സെറ്റാഫൽ എല്ലാവർക്കും സൂട്ടാവില്ലെന്ന് കേട്ടു. അപ്പോൾ ഞാൻ ഓർത്തൊക്കെ എന്നാൽ പിന്നെ സെറാവെ തന്നെ മേടിക്കാമെന്ന് ഓർത്തിട്ട് ഒരു സെറാവേൻ്റെ മോയ്സ്ചറൈസർ ക്രീം ഞാൻ വാങ്ങിച്ചു. വളരെ കഷ്ടപ്പെട്ടാണ് ഞാൻ എൻ്റെ മോയ്സ്ചറൈസർ ക്രീം കണ്ടുപിടിച്ചത് കേട്ടോ. ഈ സമയം കൊണ്ട് ആഷി ഞാനും കൂടെ ഷൂ മേടിക്കാനായിട്ട് പോയിട്ടുണ്ടായിരുന്നു. ഇത് അറൗണ്ട് ഒരു €13 ആണ് എനിക്ക് ആയത്. അപ്പോൾ ഞാൻ ഹാപ്പി ആയിട്ട് അത് വാങ്ങിച്ചു. ഒരുപാട് നാളായിട്ടൊരു ബാഗ് മേടിക്കാമെന്ന് ആലോചിക്കാം. സോ നമുക്കൊരു ബാഗ് മേടിക്കാം. എൻ്റെ മുൻപത്തെ ബാഗ് ഇതുപോലത്തെ ഡ്രസ്സ് തന്നെ വേണമെന്നാണ് എൻ്റെ ഒരു ആഗ്രഹം. കളേഴ്സ് നോക്കാം. ഇത് ഞാൻ ആശയ്ക്ക് മേടിച്ചു കൊടുത്ത കളർ ഭയങ്കര ലൈറ്റ് കളറായിപ്പോയി. പൂമ വേണ്ട. ഇത് കൊള്ളാല്ലേ, ഡിഫറെൻറ്റ് കളറായിട്ട് പച്ച ബാഗ്. കൊള്ളാം. പിന്നെ എടുത്താലോ? റേറ്റും കൂടെ നോക്കാം. 20% ഓഫൊക്കെ ഉണ്ട്. ഓക്കെ, €30 കുഴപ്പമില്ല. അപ്പോൾ €25 €24 കിട്ടും. ബാഗ് വാങ്ങിക്കും. ബഡ്ജറ്റ് ഇല്ലാത്തതിൻ്റെ കാര്യം ഇപ്പോൾ ഏകദേശം മനസ്സിലായില്ലേ. എനിക്ക് ആ ബാഗ് എന്തായാലും വാങ്ങിക്കണമായിരുന്നു. ഞാൻ അതുകൊണ്ടാണ് മറ്റേതിലധികം സ്പെൻഡ് ചെയ്യാതിരുന്നത്. നമുക്ക് എല്ലാം കൂടെ ഒന്നിച്ചെടുത്ത് സ്പെൻഡ് ചെയ്യാൻ പറ്റില്ല, അതിൻ്റെ ആവശ്യവുമില്ലല്ലോ. എനിക്ക് ആവശ്യമുള്ളത് മാത്രം ഞാൻ മേടിക്കാറുള്ളൂ. അനാവശ്യമായിട്ടുള്ള കാര്യങ്ങളൊന്നും ഞാനങ്ങനെ മേടിച്ച് പൈസ കളയാറില്ല. അപ്പോൾ കടയൊക്കെ ക്ലോസ് ചെയ്യാൻ നിന്ന ടൈമാണല്ലോ. ആ ബില്ലിങ്ങിൽ ചേച്ചിയുടെ ബിഹേവിയർ അത്ര അങ്ങോട്ട് ശരിയല്ലായിരുന്നു. അതാണ് എൻ്റെ മുഖവും ഇങ്ങനെ ഇരിക്കുന്നത്. പുള്ളിക്കാർ വളരെ റൂഡായിട്ടും ബാഡായിട്ടാണ് ബിഹേവ് ചെയ്തിട്ടുണ്ടായിരുന്നത് കേട്ടോ. ഏത് സമയമായാലും എന്ത് സാഹചര്യമായാലും കസ്റ്റമർ ഈസ് കിങ്, അങ്ങനെയാണ് ഞാൻ പഠിച്ചിരിക്കുന്നത്. സോ അവരുടെ ഒഫീഷ്യൽ വെബ്സൈറ്റിൽ കയറി ഞാനൊരു ചെറിയ കംപ്ലൈൻറ്റ് രജിസ്റ്റർ ചെയ്തിട്ടുണ്ട്. എന്തെങ്കിലും ഒരു പണി ആ പെണ്ണിന് കിട്ടുവാണെങ്കിൽ അങ്ങോട്ട് കിട്ടട്ടെ. ഇതുപോലെ എന്തെങ്കിലുമൊക്കെ ഉണ്ടായിക്കഴിഞ്ഞാൽ ഞാൻ അവരാരെയും വെറുതെ വിടാറില്ല കേട്ടോ. ഞാൻ കംപ്ലയിൻറ്റ് രജിസ്റ്റർ ചെയ്യേണ്ട സമയത്ത് രജിസ്റ്റർ ചെയ്ത് തന്നെ ചെയ്യാറുണ്ട്. എൻ്റെ സൗണ്ട് റേസ് ചെയ്യേണ്ട സമയത്ത് അതും ചെയ്യാറുണ്ട്. ഞാൻ ഒരിക്കലും അതിന് മടി കാണിക്കാത്ത ഒരാളാണ്. പല സമയത്ത് ഞാൻ പതുങ്ങി നിൽക്കുമെങ്കിലും ചില സമയത്ത് ഞാൻ നല്ലപോലെ കൊടുക്കാറുമുണ്ട്. ഇതെന്താ മറ്റേ ബോബനും മുകളിലെ പട്ടിയോ? അനു വന്നത് പിന്നെ ഞാൻ എവിടെ വീഡിയോ എടുത്താലും അവൾ ക്യൂട്ട്നെസ് വാരി വെതറി എൻ്റെ മുമ്പിൽ കൂടെയും പുറകിൽ കൂടെയും ഇങ്ങനെ നടക്കാറുണ്ട്. ഇനിയിപ്പോൾ ഞാൻ എന്തെങ്കിലും ഫ്രണ്ടിൽ ഷൂട്ട് ചെയ്യുകയാണെങ്കിൽ അവൾ ആ ഫ്രണ്ടിൽ കൂടെ ഓടും, എന്നിട്ട് തിരിഞ്ഞിങ്ങനെ നോക്കും. ഇതുള്ള സ്ഥിരം പരിപാടിയാണ് കേട്ടോ. അതാണ് ഞങ്ങളിപ്പോൾ പറഞ്ഞത്. അപ്പോൾ ഓൾമോസ്റ്റ് നമ്മുടെ ഷോപ്പിംഗ് ഒക്കെ കഴിഞ്ഞു. നമ്മൾ പുറത്തേക്ക് പോകാൻ നിൽക്കുമ്പോഴേക്കും ആഷിക്കൊരു സൈഡ് വലി ഇപ്പം എന്നെ വലിച്ചുകൊണ്ട് പോകുന്ന കാണാം. ഇത് ആഷിയുടെ മനുവിൻ്റെ ഫേവറേറ്റ് സ്പോട്ടാണ്, ഡോണർ കഴിക്കാനുള്ള ഫേവറേറ്റ് സ്പോട്ട്. ഞാൻ അത്രയ്ക്ക് ഡോണർ ഫാനല്ല. ഞാൻ അങ്ങനെ എപ്പോഴും കഴിക്കാറില്ല. വളരെ റെയറായിട്ട് മാത്രം ഞാൻ പുറത്തുനിന്ന് ഫുഡ് കഴിക്കാറുള്ളൂ. കാരണം ഇത് മാത്രമല്ലേ ഇവിടെ കിട്ടുള്ളൂ. അതുകൊണ്ട് വന്ന സമയത്തെ കഴിച്ചതും അടുത്താണ് കേട്ടോ. പിന്നെ അങ്ങോട്ട് കഴിക്കാൻ തോന്നിയിട്ടില്ല. അപ്പോൾ നമ്മൾ എന്തായാലും ഡോണർ ഓർഡർ ചെയ്യാമെന്ന് വിചാരിച്ചു. 3 പേരും കൂടെ 3 വെറൈറ്റി ഡോണറൊക്കെ ഓർഡർ ചെയ്തു. 3 പേർക്ക് ഇഷ്ടപ്പെട്ട ഡ്രിങ്ക്സ് ഓർഡർ ചെയ്തു. വീണ്ടും അങ്ങനെ അവിടെയും കാശ് വീശി. അപ്പോൾ ഈ ദിവസം എൻ്റെ അമ്മയുടെ ബർത്ത്ഡേ ആണ്. അപ്പോൾ ഞങ്ങളിങ്ങനെ ഇവിടെ നിന്ന് ഇറങ്ങുന്നതിന് മുമ്പ് അമ്മേനെ വീഡിയോ കോൾ ചെയ്ത് കാണിക്കാൻ ഓർത്ത്. കണ്ടോ, ക്യൂട്ട്നെസ് വാരി വെതറുകയാണ് അനു. എന്തിനാണ് ഈ കുട്ടി ഇങ്ങനെ ചെയ്യണമെന്ന് എനിക്കറിയില്ല. ഈ ഒരു ബാക്ക്ഗ്രൗണ്ടിൽ ഫോട്ടോ എടുക്കണമെന്ന് പറഞ്ഞിട്ട് എനിക്ക് അവിടുത്തെ സ്റ്റാഫ് അവിടെ ലൈറ്റൊക്കെ ഇട്ട് തന്നു. ഞങ്ങൾ കുറച്ച് ഫോട്ടോസൊക്കെ എടുത്തിട്ടുണ്ടായിരുന്നു. ഫുഡ് കഴിച്ചിറങ്ങുന്നതിന് മുമ്പ് ഞാൻ അവിടെ നിന്ന് അമ്മേനെ വിളിച്ച് വിഷൊക്കെ ചെയ്തിട്ടുണ്ടായിരുന്നു കേട്ടോ. അതിന് ശേഷം നമ്മൾ പുറത്തേക്ക് പോയത്. അപ്പോൾ അമ്മയ്ക്ക് ഹാപ്പി ബർത്ത്ഡേ കഴിഞ്ഞ് പോയിരുന്നാലും വെറുതെ ഒന്ന് പറഞ്ഞുള്ളൂ. അപ്പോൾ ഇതൊക്കെയായിരുന്നു ഇന്നത്തെ വീഡിയോ. ജസ്റ്റ് ഒരു കുട്ടി ഷോപ്പിംഗ്. എന്തെങ്കിലും ഞാൻ എന്താ വീഡിയോ ആണ് ചെയ്യേണ്ടത്, നിങ്ങൾക്ക് എന്താ അറിയേണ്ടതെന്നൊക്കെ പറഞ്ഞ് ഞാൻ അതുപോലെ ചെയ്യാം. ഇൻഫോർമേറ്റീവ് വീഡിയോസൊക്കെ എല്ലാവരും ചെയ്യുന്നത് കൊണ്ടാണ് ഞാൻ ചെയ്യാത്തത്. അപ്പോൾ അത്രയുള്ള കാര്യം. എല്ലാവരും ഹാപ്പി ആയിട്ടിരിക്കുക. അപ്പോൾ അടുത്ത വീഡിയോയിൽ വീണ്ടും കാണാം. ബൈ.